പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോസ് പറഞ്ഞാൽ ചാവക്കാട് വീഡിയോസ് കേട്ടോ. ബൈപ്പാസിൻ്റെ മലപ്പുറം ഭാഗത്ത് നിന്ന് വരുമ്പോൾ മണത്തലെന്നാണ് ചാവക്കാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുക. ഈ കാണുന്ന സ്ഥലം മണത്തലെന്ന് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ് ബൈപ്പാസിൻ്റെ ഇവിടെയൊക്കെ പെട്ടെന്നിട്ട് വർക്ക് നടന്നത്. ഈ സീസണിലും വളരെ ഫാസ്റ്റായിട്ടാണ് വർക്ക് നടന്നത്. ആദ്യത്തെ ബൈപ്പാസാണ് തൃശ്ശൂർ മലപ്പുറം ഭാഗത്ത് നിന്ന് വരുമ്പോൾ. ഈ കാണുന്ന സ്ഥലം കണ്ടില്ല, മണത്തല പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മേലെന്നുള്ള കാഴ്ചയാണ്. ഇവിടുന്നാണ്ട് അവസാന ഭാഗമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് മുന്നോട്ട് വർക്ക് കഴിഞ്ഞിട്ട് തീരെ പോകാൻ പറ്റിയെന്നില്ല. ഇപ്പോൾ നമുക്ക് പോവാം കേട്ടോ. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ തന്നെ ബൈപ്പാസിലേക്ക് ഇറങ്ങാണ്. അവിടെ സെൻറ്റർ ഭാഗത്ത് പാലത്തിൻ്റെ വർക്ക് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടില്ല, അത് ഒന്നും ആയിട്ടില്ല. ഏറ്റവും ആദ്യത്തെ ബൈപ്പാസ് കൂടിയാണ് കേട്ടോ. ആദ്യം വർക്ക് ശിവാലയ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം ഇവിടെ ആയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നു. അവരെ സാധനങ്ങളും ഒക്കെ ഇവിടെ മെറ്റലും ഇതൊക്കെ അടിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ആയിട്ടില്ല. ഇവിടെ നിന്നുണ്ട് ഇപ്പോൾ പുതിയ വർക്ക് കേട്ടോ. 1.5 മാസം സമയം എടുത്തിട്ടുള്ളൂ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാണ്. ഇപ്പം നമ്മൾ ബൈപ്പാസിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വർക്ക് കഴിഞ്ഞ് ഏറ്റവും ആദ്യം വർക്ക് ചെയ്യേണ്ട ഒരു ബൈപ്പാസ് ആയിരുന്നു ചാവക്കാട്. എന്താ വെച്ചാൽ ഇവർ ശിവാലയം സ്റ്റാർട്ട് ചെയ്ത സ്ഥലം ഇവിടെ നിന്നായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു വർക്ക് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അവിടുന്ന് 1-1.5 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് അവിടെ പാലത്തിൻ്റെ വർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പൈലിങ്ങിൻ്റെ ഒക്കെ ഇവിടെ ഒരുപാട് നിങ്ങൾക്കറിയാം, നല്ല എത്ര ഹൈറ്റിൽ M7 ഒക്കെ കൊടുന്ന് കൂട്ടിക്കുന്നു മെറ്റലൊക്കെ. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്ത് കണ്ടില്ല, നമ്മൾ ഡയറക്റ്റ് ഏകദേശം ഒരു ബൈപ്പാസ് 100% ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ അമ്പലമുണ്ട്, അവിടെ വന്നിട്ട് ഇറങ്ങും കേട്ടോ. ഇവിടെ നിന്നാണ് വർക്ക് ബാക്കിയുള്ളത്. ഞാൻ പാലം വരുന്നതിൻ്റെ അവിടുത്തെ വർക്കൊക്കെയാണ്. ഇപ്പോഴും കണ്ടില്ലേ, മണ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നെറ്റിലൊക്കെ. ഇവിടുന്ന് കുറച്ച് ദൂരമാണ് വർക്ക് ബാക്കിയുള്ളത്. പണ്ടൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ എടുത്ത വീഡിയോസാട്ടത്. ചാവക്കാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്ത സമയമാണിത്. പറഞ്ഞാൽ ശിവാലയ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇവർ ഇതൊക്കെ പണി തീർക്കാൻ എന്നേ തീർത്തായിരുന്നു, പക്ഷെ അത് തീർത്തില്ല. അതുകൊണ്ടാണ് ചാവക്കാട് ബൈപ്പാസിൻ്റെ വർക്ക് തീരാണ്ടിരുന്നത്. അല്ല, സ്ലോ ആയിട്ടൊന്നുമല്ല കേട്ടോ, അവർ വേണ്ട വെച്ചിട്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 3 വർഷം മേലോട്ടുള്ള വീഡിയോസാവും കേട്ടത്. ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അന്നെടുത്ത വീഡിയോസാണ്, അങ്ങനെ ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം അന്ന് തീർന്നിട്ട് ഇതേപോലെ എന്ത് രസം നോക്കിയാൽ അന്ന്. പിന്നെ അവർ ഇതേപോലെ ഇട്ട് അതാണ് ഇപ്പോൾ അടുത്താണ് 1 വർഷം 1.5 വർഷം ആയിട്ടുള്ള ഈ പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുവരെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും കണ്ടുണ്ടാവും, ഇവിടെ അവർ കഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതുകൂടി കഴിഞ്ഞതിലാണ് പൂർണ്ണമായിട്ടും ബൈപ്പാസിൽ കൂടെ വണ്ടി ഓടി തുടങ്ങാൻ പറ്റുള്ളൂ. ഇതതിൻ്റെ മറു സൈഡാട്ടാ. അപ്പം അതിൻ്റെ സൈഡും കാണിച്ചാണ്. ഇപ്പം ഇത് നമുക്ക് ഇതിലൂടെ വണ്ടികളൊക്കെ പോയായിരുന്നു ചെറിയ രീതിയിലൊക്കെ, പക്ഷേ ഇപ്പം മഴ പെയ്തപ്പോൾ കൊണ്ട് വണ്ടിയൊന്നും പോകുന്നില്ല കേട്ടോ. വില്യംസിൻ്റെ അവിടെ നിന്ന് വരുന്ന ഭാഗം കേട്ടോ. പക്ഷേ ഈ ചെറിയൊരു ഭാഗം മാത്രമേ കേട്ടോ പണി തീരാത്ത. ഞാൻ അവിടുന്ന് പണി കഴിഞ്ഞ ഭാഗം കേട്ടോ, കണ്ടില്ലേ, വില്യംസിൻ്റെ അടുത്ത് ഇനി എത്തും. പക്ഷെ വില്യംസ് നമ്മുടെ അടിഭാഗത്താണ് വരിക കേട്ടോ, അണ്ടർപാസിൻ്റെ അവിടേക്ക്. ഇപ്പോൾ ഇവിടെ ഒക്കെ പണി കഴിഞ്ഞ് ചാവക്കാട് ഭാഗം ഒരു 3/4 ഭാഗം വർക്ക് കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് വർക്ക് മാത്രം ബാക്കിയുള്ളൂ. കുറച്ച് വർക്ക് തന്നെ സമയം എടുക്കുന്ന വർക്കാണ്, പാലത്തിൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ. ഞാൻ അതിൻ്റെ മേലെ കയറി. ഇനി എനിക്ക് എവിടെയും ഒരു ഇറക്കമില്ല കേട്ടോ, എനിക്ക് നേരെ ഇങ്ങനെ പോവാം. പിന്നെ ഇതിന് മേലെ കയറി നമ്മൾ വാടാനപ്പള്ളി ബൈപ്പാസ്, തൃപ്രയാർ ബൈപ്പാസ് ഒക്കെ കയറി ഇങ്ങനെ പോവാം. അപ്പോൾ വാടാനപ്പള്ളി ബൈപ്പാസ് ഓപ്പൺ ആയിക്കണല്ലോ, അതിൻ്റെ വീഡിയോസ് ഞാൻ ഉടൻ ഇടുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതാണ് വില്യംസിൻ്റെ അവിടെ പഴയ റോഡാണ് തൈ കാണുന്നത്, ചാവക്കാട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആയിക്കോട്ടെ തന്നെ പോണത്, ഇതിലൂടെ വരാൻ പറ്റില്ല, ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. ആ പാലത്തിൻ്റെ വർക്ക് കഴിയാതെ ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ. മറ്റുള്ളവർക്ക് പോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആക്കുന്ന പരിപാടിയൊന്നും പറ്റില്ല, പാലത്തിൻ്റെ വർക്ക് കൈ തന്നെ വേണം. വില്യംസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടെ കേട്ടോ എല്ലാ വണ്ടികളും വരുന്നത്. അതുകൊണ്ട് തന്നെ ചാവക്കാട് ഭയങ്കര ട്രാഫിക്കാണ്. എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ വരിക. കണ്ടില്ല, ഇവിടുത്തെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു. ഒരു 1/2 കിലോമീറ്റർ ദൂരം അങ്ങോട്ട് പോകട്ടാ. ആ പാലം തുടങ്ങുന്ന ഒരു 200 മീറ്ററൊക്കെ വെച്ചിട്ട് അവസാനിക്കും. ഇവിടെ ആൾക്കാർ പോകാണ്ടിരിക്കാൻ അങ്ങനെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ബൈക്ക് ആയതുകൊണ്ട് മുന്നോട്ട് പോകാം. ഇനി ഞാൻ പറഞ്ഞ പോലെ എവിടെയും ടച്ചില്ല, നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ചേറ്റുവ പാലം വരെ എത്തും. പാലത്തിൻ്റെ വർക്ക് അവിടെ ചേറ്റുവ മുന്നത്തെ വീഡിയോസ് കാണാത്തതുകൊണ്ട് കണ്ടോക്ക് കിട്ടാം, ചേറ്റുവ വീഡിയോസിൻ്റെ. മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ ആകാശട്ടാ. പിന്നെ നല്ല റോഡ് ഭംഗിയുണ്ട്. വല്ലാണ്ട് വണ്ടികൾ ഇതിൽ കൂടെ പോകാത്തതുകൊണ്ട് സർവീസ് റോഡിലൂടെ ഒന്ന് വണ്ടികൾ പോകണം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ
സർവീസ് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് എൻട്രി പോയിന്റ് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എല്ലാ വണ്ടികൾക്കും ചേറ്റുവരെ സുഖമായി പോവാട്ടാ. ഏകദേശം തൃശ്ശൂർ റീച്ച് കാപ്പിരിക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ്. അപ്പോൾ ഏകദേശം ഒരു 90% വർക്കും കഴിഞ്ഞിരിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ വാടാനപ്പള്ളി ബൈപ്പാസ് പൊളിക്കണോണ്ട് വന്നുകൊണ്ട് ഒരു ഡിലേ വരും. ചാവക്കാട് ബൈപ്പാസും അതുപോലെ മൂന്നുപിടി ബൈപ്പാസ് ഇതൊക്കെയാണ് കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത്. ബാക്കി റോഡിൻ്റെ ഒരു കംപ്ലീറ്റ് കഴിഞ്ഞ പോലെ തന്നെയാണ്. 90% വർക്ക് കഴിഞ്ഞ്. ഇനിയിപ്പോൾ അടുത്തൊരു സീസണോട് മഴ ഒഴിഞ്ഞ് കിട്ടിയാൽ കംപ്ലീറ്റ് ആക്കാവുന്നുള്ളൂ. ഇത് അവിടെ നിന്ന് വരുമ്പോൾ അതേ ചാവക്കാട് ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ബോർഡാട്ടോ അത്. ചാവക്കാട് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇറങ്ങണം, ഗുരുവായൂരൊക്കെ ആട്ടാ. വില്യംസത്തിനൊക്കെ തൊട്ട് മുന്നേ കാണിക്കുന്ന ബോർഡാണത്. ഇപ്പോൾ ഒന്ന് ക്യാമറ തിരിച്ച് പിടിച്ചെടുത്തെന്ന് മാത്രം. നമ്മളിപ്പോൾ ചേറ്റുവ ഭാഗത്തേക്കാണ് പോയോണ്ടിരിക്കണത്. കണ്ടില്ല, എല്ലാ വണ്ടികളും ഇതിലൂടെ പോകണം കേട്ടോ. പണ്ടത്തെ പോലെയല്ല. പണ്ട് സർവീസ് റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് സ്ഥലങ്ങൾ പിന്നെ ബോർഡ് കടയുടെ ബോർഡൊക്കെ നോക്കിയിട്ട് കുറേയൊക്കെ മനസ്സിലായിരുന്നു. ഇപ്പോൾ തീരെ മനസ്സിലാവണില്ല കേട്ടോ സ്ഥലമൊക്കെ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സൈഡാക്കി നിർത്തിയിട്ടൊക്കെ സ്ഥലം നോക്കണം. ചില വീഡിയോസിലൊക്കെ സ്ഥലപ്പേര് പറയുമ്പോൾ തെറ്റുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പണ്ടൊക്കെ ബോർഡ് നോക്കിയിട്ടായിരുന്നു പറഞ്ഞത്. ഇതിൻ്റെ സ്ഥലം മുത്തമ്മാവാനാണ് സാധ്യത എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാൻ പറ്റണില്ല. ചിലപ്പോൾ ഇങ്ങനെ വണ്ടിയുമ്പോൾ പോകുമ്പോൾ വണ്ടി ബാക്കിന് പി എന്ന് ചെല്ലുമ്പോൾ നോക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ചില സ്ഥലത്തൊക്കെ നമ്മൾ സ്ഥലപ്പേര് പറയുമ്പോൾ വ്യത്യാസം വരുന്നത്.